ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ട്രാൻസ്ഫോമേഴ്സ് എന്ന നിങ്ങളുടെ ഫിസിക്സിലെ ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ തന്നെ SSLC പരീക്ഷയ്ക്കും ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ടോപ്പിക്ക് പഠിച്ചിട്ട് നമുക്ക് 3 മാർക്ക് സിമ്പിൾ ആയിട്ട് നേടാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആണ് ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ, അതായത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് അല്ലെ, അതായത് വോൾട്ടേജിനെ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അതുപോലെ വോൾട്ടേജിനെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് അപ്പ്, സ്റ്റെപ്പ് ഡൗൺ. പഠിച്ചല്ലോ? യെസ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ചിത്രത്തിലേക്ക് നോക്കുക. ഇവിടെ നമുക്ക് 2 കോയിലുകളാണ് പ്രസന്റ് ആയിട്ടുള്ളത്. പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിലും ഉണ്ട്, സെക്കൻഡറി കോയിലും ഉണ്ട്. പ്രൈമറി കോയിലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തിക്ക് വയറുകളാണെങ്കിൽ, അതായത് കട്ടി കൂടിയ വയറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് കനം കൂടിയ വയറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പൊ പഠിച്ചു വെക്കുക. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് മുകളിലേക്കല്ലേ. മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ കനം കൂടിയ വയറുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈമറിയിൽ ഉപയോഗിക്കുക. അപ്പൊ പ്രൈമറി കോയില് കനം കൂടിയ വയറുകളാണ് ഉപയോഗിച്ചതെങ്കിൽ അതിന് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. ഓക്കെ. അപ്പൊ പ്രൈമറിയിൽ കനം കൂടിയതായിരുന്നെങ്കിൽ സെക്കൻഡറിയിൽ എന്തായിരിക്കും, കനം കുറഞ്ഞതായിരിക്കും, അതായത് തിൻ വയേഴ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. തിക്ക് ഇൻ പ്രൈമറി, തിൻ ഇൻ സെക്കൻഡറി. പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ. യെസ്. ഇനി അതേസമയം പ്രൈമറി കോയില് തിന്നും സെക്കൻഡറി കോയിൽ തിക്കുമാണ് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ്. നേരെ ഓപ്പോസിറ്റ് ആയി നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, സ്റ്റെപ്പ് അപ്പ് ആദ്യം പറഞ്ഞു തന്നിട്ട് സ്റ്റെപ്പ് ഡൗണിനെ കുറിച്ച് പറയാം. അപ്പൊ നിങ്ങൾക്ക് നേരെ എന്ത് ചെയ്തോളും, യെസ്, തിരിഞ്ഞ് നമുക്ക് കിട്ടിക്കോളും. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടാണ്. സ്റ്റെപ്പ് അപ്പിൽ ഞാൻ പറഞ്ഞു തന്നു, പ്രൈമറിയിൽ നമ്മൾ തിക്കും സെക്കൻഡറിയിൽ നമ്മൾ തിന്നുമാണ് ഉപയോഗിക്കുക. കനം കൂടിയത് പ്രൈമറിയിലും കനം കുറഞ്ഞത് സെക്കൻഡറിയിലാണ് ഉപയോഗിക്കുക. ഇനി നിങ്ങൾ ഈ ചുറ്റുകളുടെ എണ്ണത്തിലേക്ക് ഒന്ന് നോക്കിയേ. യെസ്, പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്, അതേസമയം സെക്കൻഡറിയിൽ എന്താണ്, ചുറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും NP ലെസ് ദാൻ NS, അതായത് പ്രൈമറിയിലെ ചുറ്റ് കുറവും സെക്കൻഡറിയിലെ ചുറ്റ് കൂടുതലുമാണ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് കറന്റിലേക്ക് വരുമ്പോൾ പ്രൈമറിയിലെ കറന്റ് കൂടുതലും സെക്കൻഡറിയിലെ കറന്റ് കുറവാണ്. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്, കൂട്ടുന്നത് അല്ലെ. അതായത് സെക്കൻഡറിയിൽ വരുന്ന സമയത്ത് വോൾട്ടേജ് ആണ് നമുക്ക് കൂട്ടേണ്ടത്. നമ്മൾ എന്തിനാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്, വോൾട്ടേജിൽ വേരിയേഷൻ വരുത്താൻ, വോൾട്ടേജിൽ കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുക. അപ്പൊ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പ്രൈമറിയിൽ കൊടുക്കുന്നത് കുറഞ്ഞ വോൾട്ടേജ് ആയിരിക്കും, പക്ഷെ സെക്കൻഡറിയിൽ കിട്ടുന്നത് കൂടിയ വോൾട്ടേജ് ആയിരിക്കും. ഇതാണ് വോൾട്ടേജിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. പക്ഷെ കറന്റിന്റെ കേസ് വരുമ്പോൾ മക്കളെ നേരെ തിരിഞ്ഞു. ഓക്കെ. കറന്റ് നമ്മൾ ഇവിടെ കൊടുക്കുക, പ്രൈമറിയിലാണ് എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ കറന്റ് കൊടുക്കുക, പക്ഷെ സെക്കൻഡറിയിൽ കറന്റ് നമുക്ക് കുറവേ കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും IP, അഥവാ പ്രൈമറിയിലെ കറന്റ് ആയിരിക്കും കൂടുതൽ, സെക്കൻഡറിയിലെ കറന്റ് എന്തായിരിക്കും, കുറവായിരിക്കും. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിനാണ് ഞാനിവിടെ സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളത്. അതായത് IP കൂടുതലും IS കുറവാണെങ്കിൽ അത് ഏത് ട്രാൻസ്ഫോമർ ആയിരിക്കും, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്. നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി. നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കൃത്യമായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതാണ് നമുക്ക് സ്റ്റെപ്പ് അപ്പും അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നേരെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ? യെസ്. അപ്പൊ കഴിഞ്ഞ വർഷം നമുക്ക് ഈ പറഞ്ഞ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നത്. ശ്രദ്ധിച്ചു നോക്കണേ മക്കളെ. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കുറെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് തരംതിരിക്കാനാണ് ചോദിച്ചത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, തിക്നെസ് ഇൻ പ്രൈമറി കോയിൽ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ സെക്കൻഡറി. അതായത് സെക്കൻഡറിനെ വെച്ച് നോക്കുമ്പോൾ പ്രൈമറിയിലാണ് തിക്നെസ് കൂടുതൽ. പ്രൈമറി തിക്കാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും. ഓക്കെ. പ്രൈമറി തിക്കാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പൊ A എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈമറി തിക്ക്, അപ്പ് പ്രൈമറി തിക്ക്, അപ്പ് പ്രൈമറി തിക്ക്. പഠിച്ചല്ലോ? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോവാണ്, സെക്കൻഡറിയിലാണ് തിക്നെസ് കൂടുതലെങ്കിൽ അതിന് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയും. നേരെ ഓപ്പോസിറ്റ് ആലോചിച്ചാൽ മതി. സെക്കൻഡറിയിൽ തിക്കാണെങ്കിൽ അതെന്തായിരിക്കും, യെസ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇനി ഇൻപുട്ട് കറന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട് കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് കറന്റ് ആണല്ലോ IP, ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ വാട്ട്, ഔട്ട്പുട്ട് കറന്റ്, അതായത് ISലെ കറന്റ്. അപ്പൊ IP ഗ്രേറ്റർ ദാൻ IS നമ്മൾ എവിടെയാണ് പഠിച്ചത്, യെസ്, ഈ പറഞ്ഞ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ലേടാ.
യെസ്. അപ്പോൾ ഐ പി ഈസ് ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട് കറന്റ്, അതായത് ഐ പി വിൽ ബി ഗ്രേറ്റർ ദാൻ ഐ എസ് എന്ന് പറയുമ്പോൾ അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? സി എന്ന് പറയുന്നത് യെസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് കിട്ടി ഔട്ട്പുട്ട് കറന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് കറന്റ്. ഔട്ട്പുട്ട് അഥവാ ഐ എസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിച്ചത് സ്റ്റെപ്പ് ഡൗണിലാണ് അല്ലേ, സ്റ്റെപ്പ് ഡൗണിലാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ പറഞ്ഞ നാലാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഡി എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗണുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കോയിൽ ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, അതായത് എൻ പി ഗ്രേറ്റർ ദാൻ എൻ എസ്, അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലും സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവുമാണ്. പ്രൈമറിയിൽ കൂടുതൽ, സെക്കൻഡറിയിൽ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിച്ചത് എൻ പി ഗ്രേറ്റർ ദാൻ എൻ എസ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചത് ഏതിലായിരുന്നു? യെസ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണ്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ഡൗണിൽ എഴുതി കൊടുക്കാം. ഏതാണ്? ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ക്ലിയർ ആണോ? യെസ്. ഇനി അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. എൻ എസ് എന്താണ്? ഗ്രേറ്റർ ദാൻ എൻ പി എന്നാണ് പറയുന്നത്. അപ്പൊ എൻ എസ് സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതൽ വന്നത് ഏതിലായിരുന്നു? നമുക്ക് സ്റ്റെപ്പ് അപ്പിലാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് ഓപ്ഷൻ അതായത് എഫ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലാണ് കൃത്യമായിട്ട് എഴുതാൻ പറ്റുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഏത്? ഈ പറഞ്ഞ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. പഠിക്കുക. പ്രൈമറിയിൽ ടിക്കാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും, പ്രൈമറിയിൽ ടിന്നാണെങ്കിൽ അതെന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ആയിരിക്കും. ഇനി പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവാണെങ്കിൽ അത് എന്തായിരിക്കും? സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ കറന്റിന്റെ അളവ് പ്രൈമറിയിൽ കൂടുതലാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ആയിരിക്കും. അപ്പൊ സ്റ്റെപ്പ് അപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ പഠിച്ചു വെക്കാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഞാനിവിടെ എഴുതി വെച്ചത്. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. കൃത്യമായിട്ട് പഠിക്കുക. ACF എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പുമായി ബന്ധപ്പെട്ടത്, BDE എന്ന് പറയുന്ന ഓപ്ഷൻസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്റ്റെപ്പ് ഡൗൺ ുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. നിർബന്ധമായിട്ടും പഠിക്കണം. ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ടോപ്പിക് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. കാര്യം നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ഒരു 99% സാധ്യത ഉള്ള ഒരു ടോപ്പിക്കാണ് ഏത്? ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. കൂടുതൽ ഇമ്പോർട്ടന്റ് വീഡിയോസിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇനിയും പറഞ്ഞു തരാനായിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചാപ്റ്ററിന്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തരാം. സോ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.